തിരുവചന പ്രദീപത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ ഏലിയാവ് അടുത്തിയെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാൽ എങ്കിലും അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവരും വല്ലാത്തവരുമായ രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ആഹാബ് രാജാവായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഏറ്റവും അധികം ദുഷ്ടത പ്രവർത്തിച്ചു. സീദോന്യ രാജാവായ യദ്ബാലിന്റെ മകളായ ഈസബേൽ ആയിരുന്നു അവന്റെ ഭാര്യ. ശമരിയിൽ ബാലിന് ബലിപീഠമുണ്ടാക്കി നമസ്കരിക്കുകയും ബാലിനെ ദൈവമായി സേവിക്കുകയും ചെയ്തു. ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന സകല ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. മാത്രമല്ല, ദൈവം ഇടിച്ചു കളഞ്ഞ എരിഹോ മതിൽ ബഥേലിനായ ഹീയേൽ വീണ്ടും പണിതു. പണിയരുത് എന്ന് കൽപ്പനയുണ്ടായിട്ടും അത് ലംഘിച്ച് എരിഹോ പണിതതിനാൽ യോശുവ മുന്നറിയിപ്പ് നൽകിയിരുന്ന പ്രകാരം അതിനടിസ്ഥാനമിട്ടപ്പോൾ അവന്റെ മൂത്ത മകൻ അബീറാമും പടിവാതിൽ വെച്ചപ്പോൾ ഇളയ മകൻ ഗശൂവും മരിക്കുവാനിടയായി. ഇങ്ങനെ സത്യദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ബാലിനെ ആരാധിക്കുകയും ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഏലിയാ പ്രവാചകനെ ദൈവം അയക്കുന്നത്. പാപം പെരുകുകയും ജനം ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്നതിനും ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുന്നതിനും ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുമായി ഓരോരോ സന്ദർഭങ്ങളിൽ ദൈവം തന്റെ ദാസന്മാരെ അയച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കേട്ട് മനസ്സാന്തരപ്പെടാതിരുന്നാൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് അവർ വിധേയരായിത്തീരും. ഇപ്പോൾ സത്യദൈവത്തെ സേവിക്കണമോ ബാൽ എന്ന സീദോന്യ ദേവനെ സേവിക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകേണ്ട നിർണായക നിമിഷത്തിലാണ് ഏലിയാവ് ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവയാണ് സത്യദൈവമെങ്കിൽ യഹോവയെ സേവിക്കുക, ബാലാണ് ദൈവമെങ്കിൽ ബാലിനെ സേവിക്കുക. 2 തോണിയിൽ കാൽ വെച്ചാൽ തോണി 2 വശത്തേക്ക് നീങ്ങുകയും ആൾ വെള്ളത്തിൽ വീഴുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ ഏലിയാവ് ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ്. അഗ്നി കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ യഥാർത്ഥ ദൈവം ബാലിന്റെ പ്രവാചകന്മാർക്ക് ആദ്യ അവസരം നൽകി. കർമ്മേൽ പർവ്വതത്തിൽ ബാലിന്റെ പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി ഒരു കാളയെ യാഗമർപ്പിക്കുവാനുള്ള ക്രമീകരണം ചെയ്തു. ബാലിനെ വിളിച്ചപേക്ഷിച്ച് തീയിറക്കി യാഗം ദഹിപ്പിക്കുവാൻ അവർ വലിയ പരിശ്രമം ചെയ്തു. ഉച്ച കഴിഞ്ഞിട്ടും തീയിറങ്ങാതെ വന്നപ്പോൾ അവർ പരസ്പരം കുത്തി മുറിവേൽപ്പിച്ചു. അവർ അക്രമാസക്തരായി. അപ്പോൾ ഏലിയാവ് ഇസ്രായേൽ ജനത്തെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി മറ്റൊരു കാളയെ യാഗമർപ്പിക്കുവാൻ ക്രമീകരണം ചെയ്തു. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കിപ്പണിതു. ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലുകൾ കൊണ്ടാണിത് പുതുക്കിപ്പണിതത്. ഗോത്രസംഖ്യ 12 ഗോത്രങ്ങൾ അവർ ഐക്യമായി നിന്നുകൊണ്ട് സത്യദൈവത്തെ സേവിക്കണമെന്ന് വ്യക്തമാകത്തക്ക നിലയിൽ യാഗപീഠം പുതുക്കിപ്പണിതു. യാഗപീഠത്തിന് ചുറ്റും തോടുണ്ടാക്കി അതിൽ വെള്ളം നിറച്ചു. വിറകടുക്കി കാളയെ അതിന്മേൽ വെച്ചു. ഒരു കാരണവശാലും മാനുഷികമായ അഗ്നി അവിടെ ഇല്ല എന്ന് ബാലിന്റെ പ്രവാചകന്മാർക്ക് ഉറപ്പുവരുത്തി. അതിനുശേഷം ഏലിയാവ് സത്യദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു, ഞാൻ നിന്റെ ദാസൻ യഹോവേ, ഉത്തരമരുളണമേ. നീ തന്നെ സത്യദൈവമെന്ന് വെളിപ്പെട്ട് ഈ ജനം സത്യദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആകാശത്ത് നിന്ന് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി ആ യാഗം സമ്പൂർണമായി ദഹിപ്പിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ സത്യദൈവം ആര് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബാലിന്റെ പ്രവാചകന്മാർ പരാജയപ്പെട്ട് പിൻവാങ്ങത്തക്ക നിലയിൽ ഇതാ ദൈവം അത്ഭുതകരമായി തീ കൊണ്ട് ഉത്തരമരുളിയിരിക്കുന്നു. ഇന്നും 2 തോണിയിൽ കാൽ വയ്ക്കുന്ന അനേകർ ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സത്യദൈവത്തിന്റെ വെളിപ്പാടാണ് എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു
പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ആ അത്യുന്നത നാമത്തിങ്കൽ നമുക്കെല്ലാം മഹത്വം അർപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സത്യദൈവത്തെ അറിയുവാനുള്ള ആ വിവേകം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അവിടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് മാത്രം സർവ്വമഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യനായിരിക്കാൻ കർത്താവേ, അങ്ങയുടെ തൃപാദത്തിൽ ഞങ്ങളെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.